UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാവാൻ കോൺഗ്രസിൽ നിന്ന് മാത്രമേ ആളുണ്ടാവൂ എന്ന് കരുതേണ്ട. മുസ്ലിം ലീഗിൽ നിന്ന് ഒരാൾക്ക് എന്താ മുഖ്യമന്ത്രി ആയിക്കൂടെ? പണ്ട് ഇടത് ഐക്യം പറഞ്ഞ് PKV മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞതോടെ 1979 കഷ്ടി 2 മാസം മാത്രം മുഖ്യമന്ത്രി സ്ഥാനം CHന് ലഭിച്ചതാണ്. മുഖ്യമന്ത്രി കസേരയിൽ അന്ന് അടങ്ങിയിരിക്കാൻ CHന് കഴിഞ്ഞില്ല. കോൺഗ്രസ് വിചാരിക്കുകയാണെങ്കിൽ ലീഗിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിന് ആളുണ്ട്. പാർട്ടി പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാട്ടിത്തരും. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. കോൺഗ്രസ് വിചാരിച്ചാലേ നടക്കും. മുഖ്യമന്ത്രി പ്രസിഡന്റ് തീർച്ചയായിട്ടും കേരളം സ്റ്റേറ്റ് 2 എന്നാണ് കുഞ്ഞാലി സാഹിബിന്റെ ഒരു അടയാളം. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. അത് പാർട്ടിയുടെ പൊതുവെ ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയായാലും സെക്രട്ടേറിയറ്റ് കൂടിയായാലും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമല്ലോ. അത് തീർച്ചയായിട്ടും കുഞ്ഞാലി സാഹിബ് തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. ഇവിടെ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്നിപ്പോ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളും കാണട്ടെ ഒരു കിനാവ്. വലിയ നിധി കിട്ടിയവൻ കാണുന്ന ഒരു കിനാവ്, വലിയ പാദുഷമാര് കാണുന്ന ഒരു കിനാവ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ UDFിലെ എല്ലാ ഘടകകക്ഷികളും കൂടി മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്നൊരു വാശി പിടിക്കാനൊന്നും മുസ്ലിം ലീഗിന് കഴിയില്ല. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. UDFിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാവരും കൂടി ആലോചിച്ചാണ്. സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ആ തീരുമാനം ഏറ്റെടുക്കുന്നതിന് മുസ്ലിം ലീഗിന് എന്താ വിരോധമുള്ളത്? ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ സുൽത്താനായി വാഴും ഞാൻ. അതിന്റെ പുറഞ്ഞു പോയി കുഞ്ഞാലിക്കുട്ടിയും വന്നിട്ടുണ്ട്. ഞങ്ങൾക്കതിന് അവകാശമുണ്ട്, കോൺഗ്രസ് തീരുമാനിച്ചാലെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടക്കുകയാണ്. മുഖ്യമന്ത്രി കസേര താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പോലും സമ്മതിക്കില്ല. അതിപ്പോ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. അവര് നോക്കുമ്പോ തലപ്പത്തിരിക്കുന്ന മുഴുവനും കിളവന്മാരെ. ആകെ കൂടെ ചെറുപ്പവും ചുറുചുറുക്കും ഉള്ളത് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രി പദം വഹിക്കാനുള്ള ചുറുചുറുക്കും ചെറുപ്പവും ഇപ്പോൾ ആർക്കാണ് കൂടുതൽ എന്നേ സംശയമുള്ളൂ. കോൺഗ്രസിൽ അതിന് സർവ്വതാ യോഗ്യതയുള്ളയാളെ NSS ജനറൽ സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഇടപെടൽ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ NSS ഇടപെട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അതിന് മോശക്കാരൊന്നുമല്ല, അതിന് യോഗ്യതയില്ലാത്ത ആളല്ല. എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയോ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളൂ എന്ന് ഞാൻ അഭിപ്രായവുമില്ല. രമേശ് ചെന്നിത്തലയ്ക്കും യോഗ്യതയുണ്ട്, അതിനുള്ള യോഗ്യത. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ, അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. പിണറായിയുടെ സാന്നിധ്യത്തിൽ രമേശ് ചെന്നിത്തലയെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ സ്വാഗത പ്രാസംഗികൻ ആശംസിച്ചാൽ എന്താവും ഫലം? കോൺഗ്രസിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കണം ഈ ആശംസ. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല അവർ. മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാറിനൊന്നും നോക്കിയാ പോരെ. ഡ്രീം ചെയ്യണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ആയില്ല എന്ന് വിചാരിച്ച് ഞാൻ ഈ പരിപാടി നിർത്തിയോ? മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. VD സതീശൻ സാറ് പോയോ? ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ബോംബും ഇല്ല. പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ്. ബാരൽ ബോംബ്, ബൗൺസിംഗ് ബോംബ്, ക്ലസ്റ്റർ ബോംബ്, കാർ ബോംബ്, പ്രഷർ കുക്കർ ബോംബ്. അനക്കിൽ ഏത് ബോംബാ വേണ്ടത്? യഥാർത്ഥത്തിൽ ബോംബുള്ളത് CPMലാണ്.
അത് പൊട്ടാതിരിക്കുകയാണ്. എപ്പോൾ പൊട്ടുന്നു എന്ന് മാത്രം മുഖ്യമന്ത്രി ആലോചിച്ചാൽ മതി. ഞാൻ ആ പാർട്ടിക്കാരനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാലും അങ്ങനെ ഒരു കൊടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്. വിജയൻ ചേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറ്റില്ല. പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. VS പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നത് അത് ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല. അത് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. മുഖ്യമന്ത്രി അധികം തമാശ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയിട്ടില്ല, പക്ഷേ കരുനീക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ കണക്കെടുപ്പ് പക്ഷേ CPM ക്യാമ്പിലാണിപ്പോൾ നടക്കുന്നത് എന്ന് മാത്രം. രമേശ് ചെന്നിത്തല അവർ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു തീപ്പരി ഉണ്ടായാലേ അതിനെ ഊതി ഊതി കത്തിക്കാൻ പറ്റും. കോൺഗ്രസ് തന്നെ 3-4 ആളുണ്ട് വേറെ. ഇപ്പൊ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തലയുണ്ട്, PD സതീശനുണ്ട്. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ഒരു കേസ് അന്വേഷിക്കാൻ 2 പേരോ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിവാണ് ഇവിടെ പ്രധാനം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല. അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ? സോറി, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട്. വൺ മിസ്റ്റർ KU കോശി. നേതാവ് K. സുധാകരൻ, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അത് അവസാനം വരുന്നു, കാരണം അത് അവസാനം തീരുമാനമാകുക. അത് TC വേണുഗോപാലനാണ്. 3-4 ആൾ അവരെന്നെയുണ്ട്. അത് പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിൽക്കുന്ന ആർക്കും അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനവും നടത്തേണ്ട. കോൺഗ്രസിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് തീരുമാനിക്കും. താൻ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും പുലിവാല് പിടിച്ചു. ഗോത്രവർഗ വകുപ്പ് ഉന്നത കുലജാതരും മുന്നോക്ക വകുപ്പ് പിന്നോക്കക്കാരും കൈകാര്യം ചെയ്യണമെന്നാണ് സുരേഷ് ഗോപി പറയാൻ ശ്രമിച്ചത്. ഗോത്രവർഗ വകുപ്പ് തനിക്ക് കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പ്രധാനമന്ത്രിയോട് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത്രേ. തൊട്ടടുത്ത ശ്വാസത്തിൽ ഉന്നത കുലജാതർ ഗോത്രവകുപ്പ് കൈകാര്യം ചെയ്യണം എന്നു പറയുന്നതിലെ ഉന്നത കുലമാണ് പ്രശ്നം. സാമൂഹിക പിന്നോക്കാവസ്ഥ വ്യക്തമാക്കുന്ന പിന്നാക്കം മുന്നാക്കം മനസ്സിലാക്കാം. എന്താണ് ഈ ഉന്നത കുല എന്ന് സർവ്വവിധ വാഴക്കുലകളും കണ്ടിട്ടുള്ള നമുക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഈ മിനിസ്റ്റർ പറയുന്ന ഉന്നത കുലം? മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ? ഏറ്റവും വലിയ അതിശയം, ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. എന്നിട്ട് ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. ജാതി പറഞ്ഞ് സംസാരിക്കാൻ വലിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ചീറ്റി ഒരുമാതിരി തറപ്പണിയാന്നറിഞ്ഞോണ്ടാ ഈ ജാതിക്കാട് കളിക്കാൻ പോയത്. ഉന്നത കുലജാതർക്ക് എത്ര ഗോത്രപ്രേമം ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ മന്ത്രി സുരേഷ് ഗോപിയുടെ ഗോത്രാഭിമുഖ്യത്തെക്കുറിച്ച് ആർക്കും സംശയം വേണ്ട. അട്ടപ്പാടിയിൽ പോയി തൊപ്പിയും മാലയും വാങ്ങി ആദിവാസി സ്ത്രീകളുടെ നൃത്തവുമായി സിനിമാ സ്റ്റൈലിൽ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ സനാതന ധർമ്മികളിലെ ഉന്നത കുലക്കാരെ തെരഞ്ഞുപിടിച്ച് SC/ST വകുപ്പ് ഏൽപ്പിക്കണമെന്നാണ് മന്ത്രിയുടെ ഒരിത്. ഉന്നത കുലജാതൻ സുരേഷ് ഗോപിക്കും അത് തന്നെയാണ് അവസ്ഥ. പട്ടികജാതി പട്ടികവർഗക്കാരനൊന്നും
ഇന്ത്യൻ പാർലമെന്റിലും അസംബ്ലിയിലും മന്ത്രിയായാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ കാര്യം? ആരാവണം? ഉന്നത കുലജാതി, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവര് നോക്കട്ടെ. ബ്രാഹ്മണനായാൽ മാത്രമേ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്താൽ ശരിയാവുള്ളൂ എന്ന് പറയുന്ന ഒരു മന്ത്രി, അതും ഈ കേരളത്തിലുള്ള മന്ത്രി, അതാണ് സുരേഷ് ഗോപി. ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യം വേണമെന്ന ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് ഈ സനാതനധർമ്മത്തിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും പറഞ്ഞു വെക്കുന്നുള്ളൂ. ബ്രാഹ്മണന്റെ മക്കൾ ബ്രാഹ്മണ യുവതിക്ക് ഉണ്ടാവുന്നതിനെ പറ്റിയല്ല, പുറത്ത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് തന്നെ മഹത്തരമാണെന്ന് പറയുന്ന ഒരു സംസ്കാരം, ആർഷഭാരത സംസ്കാരം. സംസ്കാരത്തെ പുച്ഛിക്കരുത്. BJPയുടെ യഥാർത്ഥമായ മുഖം കേരളം കാണുകയാണ്, ജനം കാണുകയാണ്. ഇതേപ്പറ്റി കേരളത്തിലെ BJP നേതാക്കന്മാർ മൗനം പാലിക്കാൻ പാടില്ല. അഭിപ്രായം പറഞ്ഞേ തീരുള്ളൂ. എന്തോ ആരോ വിളിച്ചു എന്ന് തോന്നുന്നു. വരിക. ഉന്നത കുലജാതി. പ്രശ്നം സുരേഷ് ഗോപിയുടെ വാക്കും നിലപാടുമാണ്. അയ്യപ്പ വിഗ്രഹത്തിൽ ഒന്ന് തൊടാൻ അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരാഗ്രഹം. ദേവസ്വം ബോർഡിൽ ദളിത് പൂജാരിമാരെ അടക്കം നിയമിച്ച സാഹചര്യത്തിൽ ശബരിമലയിൽ ബ്രാഹ്മണരെ മാത്രം നിയോഗിക്കേണ്ടതുണ്ടോ? അങ്ങനെയെങ്കിലും അടുത്ത ജന്മം വരെ കാത്തിരിക്കാതെ സുരേഷ് ഗോപിക്ക് ഈ ജന്മത്തിൽ തന്നെ മേൽശാന്തിയാകരുതോ? അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയില് തന്ത്രിമുഖ്യനാവണം, അവിടുത്തെ മേൽശാന്തിയാവണം. ഒന്നുമില്ലെങ്കിൽ 10-20 പേര് മേൽശാന്തിയുടെ കൂടെ കയറും, കീഴ്ശാന്തിമാർ. അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഭഗവാനെ തലോടാൻ സാധിക്കണം, കുളിപ്പിക്കാൻ സാധിക്കണം, അഭിഷേകം ചെയ്യാൻ സാധിക്കണം. അത് വേറൊരു ആശ്വാസം. ഇതെല്ലാം മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്ന് സംശയം തോന്നി തുടങ്ങിയിട്ട് കുറേ നാളായി. പൂരപ്പറമ്പിൽ സുരേഷ് ഗോപി ഒരു ആംബുലൻസിൽ വന്നിറങ്ങുന്ന കാഴ്ച തന്നെ മായക്കാഴ്ചയാകാം എന്നായിരുന്നു സംശയം. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഈ നിൽക്കുന്ന പെണ്ണിനെ കണ്ടോ? കണ്ടു. സാറ് കണ്ടോ? എല്ലാരും കണ്ടോ? അതുപോലെ സാറ് കണ്ടോ? കണ്ടെന്ന് പറഞ്ഞു. എന്നാ കേട്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണില്ല. അത് നിങ്ങളുടെയൊക്കെ തോന്നലാണ്. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ്, പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ? എല്ലാം മായ തന്നെ, മായാലീല തന്നെ, അന്നദാന പ്രഭുവേ. മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യമറിയാൻ സാധിക്കില്ല. അത് അന്വേഷിച്ചറിയണമെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നേരിടാൻ തയ്യാറാണ്. CBI വരണം. ഞാൻ 15-20 ദിവസം ഒരു കാലിലാണ് ഇഴഞ്ഞ് പ്രവർത്തനം നടത്തിയത്. ആ കണ്ടീഷനിൽ അത്രയും ആൾക്കാരുടെ ഇടയ്ക്കൂടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അവരാണ് ആ കാന കടക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പൊക്കിയെടുത്താണ് ഇപ്പുറത്ത് കൊണ്ടുവച്ച്. അവിടെ നിന്നാണ് ഞാൻ ആംബുലൻസിൽ കയറി. സത്യമാണോ ഈ പറയുന്നത്? തൃശ്ശൂരിനെ ഇങ്ങെടുക്കുക എന്ന് മുന്നേ പ്രഖ്യാപിച്ചിട്ട് ഇത്തവണ അത് നടന്നു. കൈനീട്ടവും ഫ്യൂഡൽ കെട്ടുകാഴ്ചയും സിനിമ മാസ് ഡയലോഗും എല്ലാം കുറച്ച് വേണ്ടി വന്നു എന്ന് മാത്രം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഉന്നത കുലജാതി. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ.
ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് വാരി തിന്ന് എന്തൊക്കെയും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവരുടെയൊക്കെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ അപേക്ഷിക്കലും എനിക്കതൊരിക്കലും ആകാൻ സാധിക്കില്ല. I am Bharatchandran. Just remember that. ഉന്നത കുലം പറഞ്ഞു പോയതാണല്ലോ മഹാ അപരാധം. ഗോത്രവർഗക്കാരിയായ രാഷ്ട്രപതിയെ സോണിയാഗാന്ധി വിമർശിച്ചതിന് കേസില്ലേ പിള്ളേച്ച എന്നാണ് സുരേഷ് ഗോപിയുടെ മറുചോദ്യം. ഇപ്പോഴും ശക്തമായി ഞാൻ പിന്തുണയ്ക്കുന്ന എന്റെ രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗോത്രവർഗക്കാരിയെ കൊണ്ടുവന്ന് രാഷ്ട്രപതിയായിട്ട് ഇരുത്തിയിരിക്കുന്നത്. ആ രാഷ്ട്രപതിയെ അവഹേളിച്ചവരെ ഒന്നും അവർക്ക് വേണ്ട. പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ ഒഴിവാക്കിയ പാർട്ടിയാണ് BJP. അവർ ആദിവാസി ആയതുകൊണ്ടാണോ, സ്ത്രീ ആയതുകൊണ്ടാണോ, വിധവ ആയതുകൊണ്ടാണോ? ഈ ചോദ്യം അന്ന് ഉന്നയിച്ച ആളാണ് ഞാനും. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇപ്പോൾ മനസ്സിലായി സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ യാദൃച്ഛികമല്ല. അന്ന് നരേന്ദ്രമോദി കാണിച്ചു കൊടുത്ത അതേ വഴിയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളല്ലേ പറഞ്ഞത് വർഗീയതയ്ക്ക് ഭയങ്കര മാർക്കറ്റ് കയറി പിടിച്ചോളാൻ? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. ശരി, ട്രോളായ ട്രോളുകാർക്കെല്ലാം സുരേഷ് ഗോപിയെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതിന് പകരം കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം പ്രധാനമന്ത്രിക്ക് അങ്ങ് നടപ്പാക്കരുതോ? അതിന് അവരും തയ്യാറാകാത്ത സ്ഥിതിക്ക് ഉന്നത കുല ജാതർ പരാമർശം പിൻവലിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപിജി. അട്ടപ്പാടിയിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം ഞാൻ അവർക്ക് ആരാണ്. മുരുക പറഞ്ഞു കൊടുക്കടാ. தம்பரான் தான் இனிமே நம்ம தம்பரான். நீங்க காட்டுக்குள்ள என்ன பண்ணாலும் எங்க மூப்பன் கேட்க மாட்டான். എന്താണ് ഞാൻ പറഞ്ഞത്? അതല്ല ഉദ്ദേശം. ഒരു ഉന്നത ജാതിയിൽപ്പെട്ടയാൾ ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം. തൊട്ട് പിറകെ പറഞ്ഞു മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം. ഈ ഒരു വേർതിരിവ് നമ്മൾ മാറ്റണം, സംവിധാനത്തിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞത്. നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് അല്ലാതെ ആരും മികച്ചതാണ്, ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക. ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാലി. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഇങ്ങനെ തന്നെ കൊള്ളു. എന്നാ പിന്നെ ഞാൻ സ്കൂട്ടായിക്കോട്ടെ. എത്ര പിൻവലിച്ചാലും രാജ്യം കണ്ടതാണ്, കേട്ടതാണ്. ചാതുർവർഗത്തിൻ്റെ കുഴലൂത്തുകാരായ അങ്ങനെ ചൂട്ടുപിടിക്കുന്ന മനുസ്മൃതിയുടെ പിന്നാലെ പായുന്ന ആ പാർട്ടിയും അതുപോലെ പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിയും എല്ലാം ഇതൊക്കെ പറഞ്ഞാൽ നമുക്കാർക്കും അത്ഭുതമില്ല. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് ഇപ്പോഴും അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു.